ഹായ് ഓൾ, എല്ലാവർക്കും GK വെൽ ഡൺ PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് IRB പരീക്ഷയുടെ ഇന്ന് നടന്ന, അതായത് 3/5/2023 നടന്ന IRB പരീക്ഷയുടെ പ്രാഥമിക ഉത്തര സൂചികയായിട്ടാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി, സിദ്ധു കാനു. ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? ഓപ്ഷൻ ഇതിനകത്ത് വരുന്നത് ഓപ്ഷൻ എ, മൈക്കൽ ഏഞ്ചലോ. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി, രാമചന്ദ്ര ഗുഹ. താഴെ ചന്ദ്രിക്കുന്നവയിൽ എ വിഭാഗത്തിൽ യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ എ 3. ഓപ്ഷൻ എ വരുന്നത് വൈകുണ്ഠസ്വാമി സമത്വ സമാജം, അയ്യങ്കാളി വരുന്നത് സാധുജന പരിപാലന യോഗം, വാഗ്ഭടാനന്ദൻ വരുന്നത് ആത്മവിദ്യാ സംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത്? ഉത്തരം ആറ്റിങ്ങൽ കലാപം. ആറാമത്തെ ചോദ്യം, തേഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? ഉത്തരം വരുന്നത് ബംഗാൾ. അടുത്ത ചോദ്യം, ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, അവസാദ ശിലയാണ്. അവസാദ ശില. ഓക്കെ, അവസാദ ശില. നെക്സ്റ്റ്, എട്ടാമത്തെ ചോദ്യമാണ്, ജുമിങ് കൃഷി രീതി ചെയ്തു വരുന്ന മോൻപ മിഷ്മി നാഗ ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏതാണ്? ഉത്തരം വരുന്നത് അരുണാചൽ ഹിമാലയമാണ്. അരുണാചൽ ഹിമാലയം. ഇന്ത്യയിലെ ജോഷിമഠ അടുത്ത കാലത്ത് വരെ വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഏത് സംസ്ഥാനത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വരുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. പത്താമത്തെ ചോദ്യമാണ്, ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിന്റെ ഉത്തരം വരുന്നത് ഇന്ദ്രാവതി, ശബരി എന്നിവ പോഷക നദികളാണ്. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏതാണ്? ഉത്തരം വരുന്നത് നീലഗിരിയാണ്. അടുത്ത നമുക്ക് നോക്കാം, മഞ്ഞു തിന്നുന്നവർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏത്? ഫോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയില് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളത്. താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. എ, 2017 ജൂലൈ 1 GST നിലവിൽ വന്നു. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് നെക്സ്റ്റ് എന്താണ്? ഓപ്ഷൻ 1 വരുന്നത് 2017 ജൂലൈ 1 ആണ് കേട്ടോ. മാർക്ക് ചെയ്തപ്പോ മാറിപ്പോയതാണ്. സി. ദെൻ GST നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 മാർച്ച് 15. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2005 ഓഗസ്റ്റ് 23. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഇതാണ്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, 1980 ജൂലൈ 12 സ്ഥാപിതമായി. താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് വരുന്നത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? പരുത്തി. സെയ്ദ് പഴം, റാബി ഗോതമ്പ്, ഒറൈസ സറ്റൈവ നെല്ല്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2023-24 ഇന്ത്യൻ ബജറ്റിന്റെ അമൃതകാൽ എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത് ഇവയിൽ ഏതാണ്? ഉത്തരം വരുന്നത് വിവരാവകാശം. നീതി ആയോഗ്
സംബന്ധിച്ച് താഴെ നൽകുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? ഇതിനകത്ത് നമുക്ക് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷൻ പ്രകാരം നിലവിൽ വന്നു. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. 2015 ജനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഇത് തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. 79 സ്ഥാപിതമായി കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം. ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര. ശ്രീമതി ജയഡാളി MV ചെയർപേഴ്സൺ. അടുത്തത് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. 1985 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നിലവിൽ വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവന ഏത്? ഉത്തരം വരുന്നത് എല്ലാം ശരിയാണ്. 96 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി, ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി P സതീദേവി. ജസ്റ്റിസ് D ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നു. ഇതിന്റെ ശരിയുത്തരം വരുന്നത് ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് ഇതാണ്, ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻ ചാണ്ടിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഒബ്രെ മേനോൻ, ഞാൻ നാഥുറാം സംസാരിക്കുന്നു. നെക്സ്റ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢമുള്ളതുമാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏത്? ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 അതേപോലെ 2. ഓക്കെ, 26ാമത്തെ ചോദ്യമാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവാദിത്തങ്ങളുമായി റൈറ്റ്സുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 4. ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയം അല്ലെങ്കിൽ ആശയങ്ങൾ ഏവ? ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക. അടുത്തത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി വരുന്നത് എന്താണ്? വ്യക്തികൾ നികുതി അടയ്ക്കുക. നെക്സ്റ്റ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ആൻസർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ട്. ആൻസർ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അടുത്തത്. ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ആൽഫ വൈറസ്. വംശനാശം സംഭവിച്ച ഹോമിനിനുകളുടെയും മനുഷ്യ പരിണാമത്തിന്റെയും ജനിതക ഘടനയെ സംബന്ധിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് സാൻഡോ പാവോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചരണ പരിപാടിയുടെ പേരാണ് എന്താണ്? വിവ കേരള. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയൽ നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലമുണ്ടാകുന്ന അസ്ഥി രോഗത്തിന്റെ പേരാണ് ഓസ്റ്റിയോപെറോസിസ്. നട്ടലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുകൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സന്ധിയുടെ പേരാണ് കീലസന്ധി. 3/2 അപവർത്തനാങ്കമുള്ള ഒരു കോൺവെക്സ് ലെൻസിന് വായുവിൽ 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുണ്ടെങ്കിൽ 4/3 അപവർത്തനാങ്കമുള്ള ജലത്തിൽ എത്ര
ഫോക്കസ് ദൂരം ഉണ്ടാകും? ഉത്തരം 80 സെന്റിമീറ്റർ. 2022 നവംബർ EOS 6 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ച PSLV റോക്കറ്റ് ഏതാണ്? ഉത്തരം വരുന്നത് PSLV C-54. ഒരു വസ്തുവിന്റെ ചലനത്തിൽ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം വരുന്നത് നെഗറ്റീവ് ആണ്. ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏതൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി. ഏതാണ്? 2ഉം 4ഉം മാത്രം. നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിൽ pH സ്ഥിരമായി നിലനിൽക്കാൻ കാരണം രക്തം ഒരു ഡാഷ് ആയതുകൊണ്ടാണ്. എന്താണ്? ബഫർ. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിന്റെ ജ്വലന ഫലമുണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. പ്രസ്തുത മൂലകം ഏതാണ്? ഉത്തരം വരുന്നത് ഹൈഡ്രജൻ. താഴെ പറയുന്നവയിൽ ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡായി പരിഗണിക്കുന്നത് ഏതിനെയാണ്? ഉത്തരം വരുന്നത് AlCl3. പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് ഏതാണ്? ഉത്തരം വരുന്നത് കഞ്ഞിവെള്ളം. 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? ഭുവനേശ്വർ. കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഉത്തരം വരുന്നത് ഖാദർ കമ്മിറ്റി. മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന ആട്ടക്കഥ ഏതാണ്? ഉത്തരം നളചരിതം. എമ്മുകത്തിന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? കേശവന്റെ വിലാപങ്ങൾ. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം 1930. അടുത്തത് മാത്സ് ആണ്. ചതുരാകൃതിയിലുള്ള ഒരു ഇരുമ്പ് കട്ടയുടെ നീളം 25 സെന്റിമീറ്ററും വീതി 10 സെന്റിമീറ്ററും ഉയരം 4 സെന്റിമീറ്ററുമാണ്. ഇതുരുക്കി ഒരു സമചതുരക്കട്ട ഉണ്ടാക്കിയാൽ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? ഇതിന്റെ ഉത്തരം വരുന്നത് 10 സെന്റിമീറ്റർ. മാത്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം വരുന്നത് 0 ആണ്. A+B 28, B+C 40, C+A 32 ആയാൽ A+B+C ന്റെ വില എത്രയാണ്? ഉത്തരം വരുന്നത് ഇതിന്റെ ഉത്തരം വരുന്നത് 50. 2020 ഫെബ്രുവരി 5 മുതൽ മാർച്ച് 5 വരെ 2 ദിവസവും ഉൾപ്പെട്ട എത്ര ദിവസമാണുള്ളത്? 30. നെക്സ്റ്റ്, കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ ഏതാണ്? ഉത്തരം A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോക്കിൽ സമയം 2 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ അളവ് എത്രയാണ്? ഉത്തരം 60. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1/5 പ്ലസ് 2/5 സ്ക്വയർ പ്ലസ് 3/5 ക്യൂബിന്റെ ദശാംശ രൂപം ഏതാണ്? ഉത്തരം 0.304. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 25ഉം പൊതുവ്യത്യാസം 10ഉമായാൽ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്ര? 2400. 150 മീറ്റർ നീളമുള്ള തീവണ്ടി 90 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 20 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയം എടുക്കും? 14 സെക്കൻഡ്. ഒരു ത്രികോണത്തിലെ കോണുകൾ 1:3:5 എന്ന അംശബന്ധത്തിൽ ആയാൽ ഏറ്റവും വലിയ കോണിന്റെ അളവ് 100 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആണ്. The weak crept along as slowly as a snail. Pick out the wrong sentence. The manager with all his staff are attending the function. Pick out the wrongly spelled word. Delegate. If a person cannot be defeated, he is called dash. എന്താണ്? Invincible. Next, which word is not a synonym of lazy? ഇതിന്റെ ഉത്തരം വരുന്നത് incessant. Pick out the passive form of the sentence. Where was the necklace hidden? The next later part of the novel is quite interesting. The expanded form of CEO, Chief Executive Officer. Nobody enjoyed the movie, did they? The next, it is better to keep
sycophants at an arm's length. Then ശാരിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദമേത്? ചകോരം. വീട് അധികം പണി ചേർത്തെഴുതുക, വീട്ടുപണി. കേമൻ പിരിച്ചെഴുതുക, കേമം അധികം അൻ. കർത്തൃ എന്ന പദത്തിന്റെ പുല്ലിംഗം എഴുതുക, കർത്താവ്. തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എഴുതുക, തങ്ക. നെക്സ്റ്റ്, സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ എന്നതിന്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയെ ഏതാണ്? ഇതിന്റെ ഉത്തരമേത്? അത്. ഒറ്റപ്പദം. അറിയാൻ ആഗ്രഹമുള്ള ആൾ, ജിജ്ഞാസു. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? എന്താണ്? കടവടുപ്പിക്കുക. പ്രാചി എന്ന വാക്കിന്റെ വിപരീത പദമേത്? പ്രതീചി. നെക്സ്റ്റ്, കുറ്റകൃത്യത്തിന്റെ വ്യാഖ്യാനം എന്താണ്? സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. ഇതെല്ലാം ശരിയാണ്. സ്വകാര്യ വ്യക്തിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യത്തിൽ ഏതെല്ലാമാണ്? ഇതിനകത്തും മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ആവശ്യമാണ്. നെക്സ്റ്റ്, ക്രിമിനൽ നടപടിക്രമ കോഡ് പ്രകാരം ഇൻക്വസ്റ്റ് നടത്താൻ ഏതൊക്കെ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്? മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം. ടൈപ്പ്റൈറ്റർ വിദഗ്ധന്റെ അഭിപ്രായം ഇന്ത്യൻ തെളിവ് ആക്ട് 1872 പ്രകാരം സ്വീകാര്യമാണ്. ഈ നിഗമനത്തിലേക്ക് എത്തിക്കാൻ കോടതി അംഗീകരിച്ച യുക്തി ഏത്? ടൈപ്പ് റൈറ്റിംഗ് കൈയക്ഷരത്തിന്റെ പരിധിയിൽ വരുന്നു. ഇന്ത്യൻ തെളിവ് ആക്ടുമായി ബന്ധപ്പെട്ട ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം ഇവയെല്ലാം തെറ്റാണ്. കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ പ്രാദേശിക സമൂഹത്തിന്റെ സഹായം തേടുന്ന പോലീസ്. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? സംസ്ഥാനത്തെ പോലീസിന്റെ പ്രവർത്തനത്തിന് പൊതുവായ നയമാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുന്നതിന് കേരള പോലീസ് ആക്ട് 2011 സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ വിഭാവനം ചെയ്യുന്നു. ഈ വാക്യങ്ങളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി. എന്താണ് സ്ത്രീധന മരണം? ഓപ്ഷൻ ബി. സ്ത്രീയുമായി ബന്ധപ്പെട്ട പീഡനത്തിന്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞാൽ 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മരണം സാധാരണഗതിയിൽ അല്ലാത്ത വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണവുമായി കണക്കാക്കപ്പെടുന്നു. ഇവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോമളം തന്റെ മാലപ്രിയ സുഹൃത്തായ ജാനകിക്ക് പണയം വെച്ചതിനു ശേഷം അവരുടെ സമ്മതം കൂടാതെ പണം തിരിച്ചു നൽകാതെയും പണയവസ്തു എടുത്തു കൊണ്ടുപോയി. IPCC പ്രകാരം ഏത് കുറ്റമാണ് കോമളം ചെയ്തത്? മോഷണം. IT ആക്ടിൽ സൈബർ ടെററിസം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 66F. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? 18 വയസ്സിൽ താഴെ. പോക്സോ നിയമം അവസാനമായി ഭേദഗതി വരുത്തിയ വർഷം ഏതാണ്? ഉത്തരം 2019. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ പറയുന്നവയിൽ നൽകുന്നത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകന് നൽകേണ്ട ഫീസ് 10 രൂപ. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് നിലവിൽ വന്ന വർഷം 1985. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? 20. IT ആക്ട് നിലവിൽ വന്ന വർഷം 17/10/2000. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് IRB എക്സാം എഴുതിയ കൂട്ടുകാര് നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്